ഹായ്, ഞാൻ നീതു തോമസ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഓഫ് എക്സ്റേ. ഇൻസ്ട്രുമെൻറ്റേഷൻ ഓഫ് എക്സ്റേയിലേക്ക് നമുക്ക് മെയിൻ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിനേക്കാൾ മുന്നേ വാട്ട് ഈസ് എക്സ്റേ എന്ന് നമുക്ക് നോക്കാം. എക്സ്റേ ക്യാൻ ബി ജനറേറ്റഡ് ബൈ ആൻ എക്സ്റേ ട്യൂബ്, എ വാക്വം ട്യൂബ് ദാറ്റ് യൂസസ് എ ഹൈ വോൾട്ടേജ് ടു ആക്സലറേറ്റ് ദ ഇലക്ട്രോൺസ് റിലീസ്ഡ് ബൈ എ ഹോട്ട് കാഥോഡ് ടു ഹൈ വെലോസിറ്റി. The high velocity electrons collide with a metal target, the anode, creating the X-rays. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വാക്യൂം ട്യൂബിൽ നമ്മൾ നമ്മളുടെ രണ്ട് മെറ്റലിൽ ഒരു മെറ്റൽ കാഥോഡായിട്ടും മറ്റേ മെറ്റൽ ആനോഡായിട്ടുമാണ് ആക്ട് ചെയ്യണത്. അതിലെ കാഥോഡ് മെറ്റലിലേക്ക് നമ്മൾ ഹൈ വോൾട്ടേജ് കടത്തിവിടുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്ത് ആനോഡിലേക്ക് പോകുന്നു. ഈ ആനോഡിൽ നിന്ന് മെറ്റൽ ടാർജറ്റ് ആയിട്ടാണ് നമ്മൾ ആക്ട് ചെയ്യണത്. അത് ആണ് നമ്മളെ എക്സ്റേസ് ആയിട്ട് രൂപീകരിക്കുന്നത്. മെയിനായിട്ട് ഈ ഇലക്ട്രോൺസ് പോകുന്നതിൽ 1% മാത്രമാണ് എക്സ്റേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ബാക്കി എല്ലാ റേസുകളും ഹീറ്റ് ആയിട്ടാണ് എമിറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ W.C. റോൺസൺ റിപ്പോർട്ടഡ് ദ ഡിസ്കവറി ഓഫ് ദ എക്സ്റേ ഇൻ ഡിസംബർ 1895. എക്സ്റേ ഡിസ്കവർ ചെയ്തത് W.C. റോൺസൺ ആണ് ഇൻ 1895. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എക്സ്റേയുടെ ഇൻസ്ട്രുമെൻറ്റേഷൻ നോക്കാം. എക്സ്റേയുടെ ഇൻസ്ട്രുമെൻറ്റേഷനിൽ മെയിനായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത് എക്സ്റേ ഇൻസ്ട്രുമെൻറ്റേഷൻ നമ്മുടെ ഫൈനൽ എക്സ്റേ റേസ് നമ്മുടെ എത്തിക്കുന്നത് ഈ 1, 2, 3, 4, 5 സ്റ്റെപ്പുകളിൽ കൂടിയാണ്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് റേഡിയേഷൻ സോഴ്സസ്, നെക്സ്റ്റ് കോളിമേറ്റർ, തേർഡ് മോണോക്രോമാറ്റർ, ഫോർത്ത് സാമ്പിൾ ഹാൻഡ്ലിംഗ് ആൻഡ് ഫൈനൽ വൺ ഈസ് ഡിറ്റക്ടേഴ്സ്. നമുക്ക് സ്റ്റെപ്പ് ബൈ നോക്കാം. ഫസ്റ്റ് റേഡിയേഷൻ സോഴ്സിനെ മെയിനായിട്ട് അതിൽ മെയിനായിട്ടുള്ളത് എക്സ്റേ ട്യൂബ്, റേഡിയോ ഐസോട്ടോപ്സ്, സെക്കൻഡറി ഫ്ലൂറസെൻറ്റ്. അതിൽ എക്സ്റേ ട്യൂബിലാണ് മെയിൻ എക്സ്റേ ജനറേറ്റ് ചെയ്യണത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് നോക്കാം. റേഡിയോ ഐസോട്ടോപ്പും സെക്കൻഡറി ഫ്ലൂറസെൻറ്റും ഒക്കെ നമുക്ക് നോക്കാം. നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതാണ് പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എക്സ്റേ ട്യൂബ്. നമ്മളുടെ ഇതാണ് കാഥോഡിലേക്ക് ഹൈ വോൾട്ടേജ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടുത്തെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്ത് അത് എക്സ്റേ ടാർജറ്റ് ഇലക്ട്രോൺ ടാർജറ്റായ മെറ്റൽ ടാർജറ്റായ ടങ്സ്റ്റൺ ആനോഡിലേക്ക് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു. ആ ആനോഡിൽ നിന്ന് എക്സ്റേ ബീം ജനറേറ്റ് ചെയ്യുന്നു. ഇതൊരു സിമ്പിൾ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷനിങ് ഓഫ് XRT എന്ന് വെച്ചാൽ എക്സ്റേ സോഴ്സ് ട്യൂബ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് കമ്പോസ്ഡ് ഓഫ് ഇവാക്യുലേറ്റഡ് ട്യൂബ് പോസസിങ് കാഥോഡായിട്ട് മെയിനായിട്ട് ടങ്സ്റ്റൺ ഫിലമെൻ്റ് ആയിരിക്കും അറ്റ് വൺ എൻഡ് ആൻഡ് ആനോഡ് ഓർ മെറ്റൽ ടാർജറ്റ് അറ്റ് അനദർ എൻഡ്. അതായത് ഒരു വാക്വം ട്യൂബിൽ ഒരു എൻഡിൽ കാഥോഡും മറ്റേ എൻഡിൽ ആനോഡും നമ്മൾ കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് നമ്മുടെ സാധാരണ വാക്വം ട്യൂബ് ആയിരിക്കണം നമ്മൾ എക്സ്റേ ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്യൂബിൻ്റെ. അതിൽ ഈ കാഥോഡ് ട്യൂബിൽ നമ്മൾ പാസേജ് ഓഫ് കറന്റ് ത്രൂ ട്യൂബ് കോസസ് ടങ്സ്റ്റൺ ഫിലമെന്റ് ടു ഗ്ലോ ദ എമിറ്റ്സ് ഇലക്ട്രോൺസ്. ഒരു കറന്റ് നമ്മൾ പാസ് ചെയ്യുമ്പോൾ കാഥോഡിലേക്ക് ഈ ട്യൂബിലേക്ക് പാസ് ചെയ്യുമ്പോൾ കാഥോഡ് ഒരു ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഈ ഇലക്ട്രോൺ ചെയ്യണ എമിറ്റ് among the two electrodes large voltage difference is applied, causing the electrons to move at the high velocity from the filament and strikes to anode. ഈ ഹൈ വെലോസിറ്റിയിലുള്ള ഇലക്ട്രോൺസ് നമ്മളുടെ മെറ്റൽ ടാർജറ്റ്, അതായത് നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് ആനോഡായിട്ട് വർത്തിക്കണതിൽ ഈ ആനോഡായിട്ട് വർത്തിക്കണതിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. Due to high velocity impact of electrons onto the target, inner shell of the metal gets dissolved, which causes the outer shell electrons to jump to lower energy shell to the electrons replace the dislodged electrons. ഇങ്ങനെ ഹൈ വെലോസിറ്റിയിൽ
ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ ഔട്ടർ ഷെല്ല് റിമൂവ് ആയി അതിനെ ഡിസ്ലോഡ്ജ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നു. റീപ്ലേസ് ഡിസ്ലോഡ്ജ് ഇലക്ട്രോൺസ്. ദിസ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ റിസൾട്ട്സ് ഇൻ ദ ജനറേഷൻ ഓഫ് എക്സ്റേ. ഈ ഇലക്ട്രോണിക്സ് ജനറേഷനാണ്, അതായത് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് ഹൈ വോൾട്ടേജ് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുമ്പോൾ അതിൽ ഔട്ടർ ഷെൽ ഇലക്ട്രോൺസ് ഡിസ്ലോഡ്ജ് ഇലക്ട്രോൺസിലേക്ക് കൺവേർട്ട് ആവും. അതിൽ ആനോഡ് ഈസ് എ മെറ്റൽ ടാർജറ്റ്. ആ മെറ്റൽ ടാർജറ്റിലേക്ക് എത്തുന്നതാണ് ജനറേഷൻ ഓഫ് എക്സ്റേ. ദ പ്രൊഡ്യൂസ്ഡ് എക്സ്റേ ആർ അലൗഡ് ടു മൂവ് ത്രൂ എ വിൻഡോ ഓഫ് എക്സ്റേ ട്യൂബ്. ഇത് എവിടേക്ക് പോകുന്നത്? ഇത് ട്യൂബിൻ്റെ ഒരു വിൻഡോ ഓഫ് ദ എക്സ്റേ ട്യൂബിലേക്കാണ് മൂവ് ചെയ്യണത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കൊളിമേറ്റർ ആണ്. കൊളിമേറ്റർ എന്താ വെച്ചാൽ നമുക്ക് എക്സ്റേ ട്യൂബിൽ കൂടെ, അതായത് എക്സ്റേ സോഴ്സിൽ കൂടെ നമുക്ക് പെൻസിൽ ബീമോ അല്ലെങ്കിൽ നാരോറ്റഡ് ഒരു പാരലൽ ബീം എക്സ്റേ അല്ല നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് എ കർവ്ഡ് ഷേപ്പ്ഡ് ഓർ ഷേപ്പ്ലെസ് എക്സ്റേസ് ആണ് നമുക്ക് എക്സ്റേ ട്യൂബിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യുന്നത്. അതിന് നമുക്കൊരു പർട്ടിക്കുലർ ഫോക്കസിങ് ബീമായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് കോളിമേറ്റർ എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് റെപ്രസെൻറ്റേഷനിൽ ചെറിയൊരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതായത് ദിസ് ഈസ് സ്കാറ്റേർഡ് ഓർ കർവ്ഡ് ബീം. അത് 2 മെറ്റൽ പ്ലേറ്റ്സിൽ കൂടെ നമ്മൾ കടത്തിവിടുമ്പോൾ അതിനെ നാരോയിഡ് എക്സ്റേ ഓർ പെൻസിൽ എക്സ്റേ ആക്കി കൺവേർട്ട് ചെയ്യണം. ഈ നാരോയിഡ് ഓർ പാരലൽ എക്സ്റേ ആണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് ഡയഗ്നോസിസ് ആയിരിക്കും. ഏത് എക്സ്റേ യൂസ് ചെയ്യണം, അതിൻ്റെ ആപ്ലിക്കേഷനിൽ എന്ത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് പാരലായിട്ട് ഒബ്ജക്റ്റീവായിട്ട് ഓർ ഫോക്കസ്ഡ് എക്സ്റേ റേസ് ആണ് നമുക്ക് ആവശ്യം വരുന്നത്. അത് എ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ നാരോയിങ് ഓഫ് എ ബീം or particles or waves. Collimator makes random directional X-ray to be narrow and parallel. These are usually made up of tungsten, stainless steel and ceramics. ഈ മെറ്റൽ പ്ലേറ്റ്സ് മെയിൻ ആയിട്ട് ടങ്സ്റ്റൻ, സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് മേഡപ്പ് ഓഫ് ചെയ്യുന്നത്. പിച്ച് റേഞ്ചസ് ഫ്രം 400 മൈക്രോൺസ് ടു 600 മൈക്രോൺസ് ആണ്. ഇപ്പം നമുക്ക് എക്സ്റേ ട്യൂബ് കിട്ടി. എക്സ്റേ ട്യൂബിൽ നിന്ന് എക്സ്റേ ജനറേറ്റ് ചെയ്തു. അത് കൊളിമേറ്ററിലേക്ക് പാസ് ചെയ്തപ്പോൾ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പെൻസിൽ ഒരു നാരോയിഡ് പാരലൽ എക്സ്റേ ബീം നമുക്ക് കിട്ടി. അതിന് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള റേഡിയേഷൻസ് നമ്മൾ റിമൂവ് ചെയ്യണം. നമുക്ക് പർട്ടിക്കുലർ വേവ് ലെങ്ത് ഉള്ള എക്സ്റേ ബീമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടതെങ്കിൽ നമ്മളത് മോണോക്രോമാറ്റിക് എക്സ്റേ ആണ് നമുക്ക് വേണ്ടത്. അതായത് പർട്ടിക്കുലർ വേവ് ലെങ്ത് ഓർ പർട്ടിക്കുലർ ഫ്രീക്വൻസി ആയിട്ടുള്ള എക്സ്റേ നമുക്ക് വേണമെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പാണ് മോണോക്രോമാറ്റേഴ്സ്. അതാണ് എ ഡിവൈസ് ദാറ്റ് യൂസ്ഡ് ഫോർ റിമൂവൽ ഓഫ് അൺവാണ്ടഡ് റേഡിയേഷൻ ഓർ അൺവാണ്ടഡ് വേവ് ലെങ്ത് ആയിട്ടുള്ളത് ഓർ പർട്ടിക്കുലർ frequency that is mainly monochromatase divided into 2 types. Filters monochromatase ഉണ്ട്, crystal type monochromatase ഉണ്ട്. നമ്മൾ നെക്സ്റ്റ് ഫിൽറ്റേഴ്സ്, അതായത് 2 ടൈപ്പ് ഓഫ് മോണോക്രോമാറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് ഫിൽറ്റേഴ്സും സെക്കൻഡ് വൺ ഈസ് ക്രിസ്റ്റൽസും. അതിൽ ഫസ്റ്റ് വൺ ഫിൽറ്റേഴ്സ് ആണ്. അതൊരു വിൻഡോ ടൈപ്പാണ്. അതായത് ഒരു പ്രത്യേകം ഫിൽറ്റർ, ഒരു മെറ്റൽസ് ആണ് അതിന് മെയിനായിട്ട് യൂസ് ചെയ്യണത്. മേഡപ്പ് ഓഫ് സ്പെഷ്യലൈസ്ഡ് മെറ്റീരിയൽ ദാറ്റ് അബ്സോർബ് അൺവാണ്ടഡ് റേഡിയേഷൻ ആൻഡ് പാസസ് ദ ഡിസൈർഡ് റേഡിയേഷൻ. ദ എക്സ്റേ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ മോളിബ്ഡിനിയം ആർ മോണോക്രോമാറ്റേഴ്സ് ബൈ സിർക്കോണിയം ഫിൽറ്റേഴ്സ്. ഇതൊരു എക്സാമ്പിളാണ്. അതായത് മോളിബ്ഡിനിയം എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഏത് തരത്തിലുള്ള മോണോക്രോമാറ്റർ യൂസ് ചെയ്യണം? സിർക്കോണിയം മെറ്റൽ യൂസ് ചെയ്തിട്ടുള്ള മോണോക്രോമാറ്റർ യൂസ് ചെയ്യണം. ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ ഏതൊക്കെ ഒരു 2-3 എക്സാമ്പിൾ കാണിച്ചു തരാം, ഏതിനൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. ഈ ടേബിളിലുള്ളതാണ് ജസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് ഫിൽറ്റേഴ്സ്. അതായത് മോളിബ്ഡിനിയം ടാർജറ്റഡ് എലമെൻറ്റ് എക്സ്റേ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് തരത്തിലുള്ള മെറ്റൽ ഫിൽറ്റർ ഉപയോഗിക്കും? സിർക്കോണിയം മെറ്റൽ ഫിൽറ്റർ ഉപയോഗിക്കും. കൊബാൾട്ട് ആണെങ്കിലോ അയൺ മെറ്റൽ ഫിൽറ്റർ ഉപയോഗിക്കും. കോപ്പർ ടാർജറ്റഡ് എലമെൻറ്റഡ് ആണെങ്കിലോ നിക്കൽ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യും. അയൺ ടാർജറ്റഡ് എലമെൻറ്റഡ് ആണെങ്കിലോ മാഗ്നൈസ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യും. ആൻഡ് നിക്കൽ എക്സ്റേ ടാർജറ്റഡ് എലമെൻ്റ് ആണെങ്കിലോ കോപ്പർ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യും. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മോണോക്രോമാറ്റർ ആണ് ക്രിസ്റ്റൽ ടൈപ്പ് ഓഫ് മോണോക്രോമാറ്റേഴ്സ്.
ക്രിസ്റ്റൽ ടൈപ്പ് ഓഫ് മോണോക്രോമാറ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ these are devices that partially polarized and non-polarized X-ray beam on the basis of Bragg's diffraction. ഇത് ബേസിസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ബ്രാഗ്സ് ഡിഫ്രാക്ഷൻ്റെ എക്സ്റേ ബീം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ ബ്രോഡ് ബാൻഡ് യൂസ് പൈറോലിറ്റിക് ഗ്രാഫൈറ്റ് മെറ്റീരിയൽ ഉണ്ട്. ഫോർ നാരോ ബാൻഡ് യൂസ് സിലിക്കൺ, ജെർമേനിയം ഓർ ക്വാർട്സ് മെയിനായിട്ടും ഈ മെറ്റീരിയൽ ഉപയോഗിക്കും. അതായത് ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത്ത് ഓർ സ്പെസിഫിക് സ്പ്ലിറ്റഡ് എക്സ്റേ ഓർ പെർട്ടിക്കുലർ വേവ് ലെങ്ത്ത് കിട്ടാനായിട്ടാണ് നമ്മൾ ക്രിസ്റ്റൽ മോണോക്രോമാറ്റേഴ്സ് യൂസ് ചെയ്യണത്. മെയിനായിട്ട് ഫിൽറ്റർ ടൈപ്പ് ഓഫ് മോണോക്രോമാറ്റേഴ്സ് യൂസ് ചെയ്യണത് സ്പെസിഫിക് ടൈപ്പ് ഓഫ് ദ കോമ്പിനേഷൻ, അതായത് കൊബാൾട്ട്, നിക്കൽ, ആ സ്പെസിഫിക് ടൈപ്പ് ഓഫ് എക്സ്റേ കിട്ടാനാണ്. ക്രിസ്റ്റൽ ടൈപ്പ് ഓഫ് മോണോക്രോമാറ്റേഴ്സ് യൂസ് ചെയ്യണത് സ്പെസിഫിക് ടൈപ്പ് ഓഫ് സ്പ്ലിറ്റഡ് ടൈപ്പ് ഓഫ് ഓർ സ്പെസിഫിക് ടൈപ്പ് ഓഫ് എക്സ്റേ ഓർ സ്പെസിഫിക് വേവ് ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ ക്രോമാറ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഫ്ലാറ്റ് ക്രിസ്റ്റൽ ടൈപ്പ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് കർവ്ഡ് ക്രിസ്റ്റൽ ടൈപ്പ്. This shows pictorial representation of flat type, crystal monochromatic and curved type crystal monochromatase. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ എക്സ്റേ ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. ദാറ്റ് ഈസ് ഡിറ്റക്ടേഴ്സ്. ഡിറ്റക്ടേഴ്സ് ആർ മെയിൻലി 2 ടൈപ്പ് ആണ്. ഫോട്ടോഗ്രാഫിക് ഡിറ്റക്ടേഴ്സ് ആൻഡ് കൗണ്ടർ ഡിറ്റക്ടേഴ്സ്. അതിൽ കൗണ്ടർ ഡിറ്റക്ടേഴ്സ് തന്നെ 3 ടൈപ്പ് ഉണ്ട്. ജിജർ മുള്ളർ ട്യൂബ് കൗണ്ടർ, പ്രൊപ്പോർഷണൽ കൗണ്ടർ ആൻഡ് സെമി കണ്ടക്ടർ ഡിറ്റക്ടർ. അതിൽ ഫോട്ടോഗ്രാഫിക് ഡിറ്റക്ടേഴ്സ് എന്ന് വെച്ചാൽ എ പ്ലെയിൻ ഓർ സിലിണ്ടറിക്കൽ ഫിലിം ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ പൊസിഷൻ ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ദ എക്സ്റേസ്. പ്ലെയിൻ ഓർ സിലിണ്ടറിക്കൽ ഫിലിമാണ് അതിന് മെയിനായിട്ട് യൂസ് ചെയ്യുക ഈ ഡിറ്റക്ടറായിട്ട്. സിലിണ്ടറിക്കൽ ഫിലിം ആർ ഡെവലപ്ഡ് ബൈ ദ എക്സ്പോസിങ് ദ ഡിറ്റക്ടേഴ്സ് ടു എക്സ്റേസ്. The extent of the blackening of the developed film is expressed as density. Density is the direct measurement of the X-ray energy which causes blackening of the photographic film. The equation of the density നമ്മൾ മെൻഷൻ ചെയ്യുന്നത് density is equal to logarithm I divided by intensity. I means intensity. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് കൗണ്ടർ ഡിറ്റക്ടേഴ്സിലാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ജിജർ മുള്ളർ ട്യൂബ് കൗണ്ടർ. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ദ ഗ്ലാസ് ട്യൂബ്. The tube is composed of a half metal cylinder of about 4 inches length and made up of copper. Along the axis of cylinder, a thin metal wire of the tungsten is tied. The cylinder and the wire are connected to an electrical voltage source. The tube is filled with gas, usually argon, at low pressure. A voltage is set up between the cathode and anode. Next, the last type of detector is semiconductor detector. These detectors assist in promotion of X-rays through generated electrons into the conductor bands. Therefore, the current so generated is direct measurement of X-rays intensity. In these detectors, are thin layer of p-type semiconductors is kept over the n-type surface to make diffused p-n junction. അതായത് ഇതിൽ മെയിനായിട്ട് തിൻ ലൈൻ ഓഫ് മെറ്റീരിയൽ ആർഗോണും ക്രിപ്റ്റോണും ഒക്കെ യൂസ് ചെയ്ത പോലെ ഇതിലൊരു സെമി കണ്ടക്ടറാണ് യൂസ് ചെയ്യണേ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സെമി കണ്ടക്ടർ ഡിറ്റക്ടർ എന്നും നമുക്ക് പറയുന്നത്. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് മെയിനായിട്ട് ഇൻസ്ട്രുമെൻറ്റേഷൻ ഓഫ് എക്സ്റേ ആണ്. അപ്പോൾ എന്നെ ലിസൺ ചെയ്ത എല്ലാവർക്കും താങ്ക് യു.